പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായി നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ഗുണ്ടാ നേതാവ് അറസ്റ്റിൽ. തിരുവല്ല നെടുമ്പറം സ്വദേശി വിഷ്ണു ഉല്ലാസാണ് പിടിയിലായത്. കാപ്പ ചുമത്തിയതിനെ തുടർന്ന് ഒളിവിൽ പോയ വിഷ്ണുവിനെ സാഹസികമായിട്ടാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ മാർച്ച് 10 തിരുവല്ലയിലെ പഞ്ചായത്ത് അംഗത്തിന്റെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ച കേസിൽ വിഷ്ണു പ്രതിയായിരുന്നു. പിന്നാലെ പോലീസ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്താൻ നീക്കം ആരംഭിച്ചു. ഇതോടെയാണ് വിഷ്ണു ഒളിവിൽ പോയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചങ്ങനാശ്ശേരിയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് വിഷ്ണുവിനെ പോലീസ് പിടികൂടുന്നത്. പോലീസ് സംഘം ഒളിത്താവളം വളഞ്ഞതറിഞ്ഞ് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് 1 കിലോമീറ്ററോളം പിന്തുടർന്നാണ് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. ഏകദേശം 10ഓളം കേസുകളുണ്ട്. ജയിൽ ചാടിയ കേസുണ്ട്. നാട്ടിൽ മൊത്തം പുളിക്കീട് ഈ കാരാത്ര കോളനി പ്രദേശം മൊത്തം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ തല്ലിയ കേസുണ്ട്. നാട് മൊത്തം ഒരു ഭയവിഹ്വലത ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരു ഗുണ്ടയാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് നാളായിട്ട് 1.5 മാസക്കാലമായിട്ട് സ്ക്വാഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പുറകെയാണ്. 1.5 വർഷം മുൻപ് പുളിക്കീഴ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയവേ ജയിൽ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വിഷ്ണു ജയിൽ ചാടിയിരുന്നു. 2 ദിവസത്തിന് ശേഷമാണ് അന്ന് വിഷ്ണു പിടിയിലാകുന്നത്. തിരുവല്ല, പുളിക്കീഴ് പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം ഇയാൾക്കെതിരെ 10ഓളം കേസുകളുണ്ട്. ബൈക്കിലെത്തി മാലപൊട്ടിക്കൽ, കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ കേസുകളിലും പ്രതിയാണ്. തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്താൻ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 24 പത്തനംതിട്ട.